ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാനിനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയും. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി, പുതിയ മാസത്തിൻ്റെ പ്രാരംഭ ഞായറിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ ആലയത്തിലിരുന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ നിന്റെ ശുശ്രൂഷ നിമിത്തം തടവിലും തുറങ്കലിലും പ്രതിസന്ധിയിലും വേദനയിലുമായിരിക്കുന്ന സഹോദരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ പകൽക്കാലം രോഗികളായി ഈ ആലയത്തിലും ഞങ്ങളുടെ അറിവിലുമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ കൂട്ടായ്മ ഈ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകും. ഞങ്ങളിതിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഞങ്ങൾ ആഴത്തിലേക്കും നീളത്തിലേക്കും വീതിയിലേക്കും ഉയരത്തിലേക്കും ഒക്കെ സഞ്ചരിച്ച് ക്രിസ്തുവിനെ അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ നിന്റെ വചനം പ്രദർശിപ്പിക്കുവാനും പ്രകാശിക്കുവാനും പരിശുദ്ധാത്മാവ് ഇന്നിടയാക്കും. എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണം, എല്ലാ ചെവികളെയും തുറക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭ്യന്ത്യ തിരുമേനി, ഏറ്റവും സ്നേഹമുള്ള രതീഷച്ചൻ, സിംഹാസന്മാർ, സുവിശേഷകർ, സേവനി കൊച്ചന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ വാചകം ആവർത്തിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട 2 സഹോദരങ്ങൾ ഇന്ന് ഇന്നലെ ജയിലിൽ നിന്ന് മോചിതരായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പേരറിയാത്ത, മുഖമില്ലാത്ത ഒട്ടനവധി പേര്. എനിക്ക് തോന്നുന്നത് തിരുമേനിക്ക് നേരിട്ടറിയാവുന്ന ചിലരെങ്കിലും, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളെങ്കിലും ഞാനിപ്പോൾ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഈ വചനകൂടാരത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുമ്പോൾ ജയിലിലാണ് ഇന്ത്യയിൽ. ഇത്തരം മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരോടുള്ള ഒരു സമർപ്പണം, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഒരു സവിശേഷത കൂടെ ഇന്നത്തെ ഞായറിനുണ്ട്. ഇന്ന് സന്നദ്ധ സുവിശേഷ ഞായറാണ്. ലോകത്തിലെ ഒട്ടനവധി സഭകൾക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്. സുവിശേഷത്തെ ഘോഷിക്കുവാൻ മാത്രം ജീവിതം മാറ്റിവെച്ച ചില മനുഷ്യരുടെ ഓർമ്മയ്ക്കായി, അടയാളത്തിനായി സൂചിപ്പിക്കുന്ന, ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളുടെ പുറകെ കൂടിയിരിക്കുന്ന ചില മനുഷ്യരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഘം ആണ് ഈ സന്നദ്ധ സുവിശേഷ സംഘം. അതിൻ്റെ ഓരോ വാക്കുകളും വിശദീകരിക്കേണ്ടതുകൊണ്ട് ഞാൻ വേറൊരു അവസരത്തിൽ അതിന് സമയമെടുക്കാം. ഈ മാരാമൺ കൺവെൻഷൻ പോലും ഇത്തരം സംഘങ്ങളുടെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും ഒക്കെയാണ് നടത്തുന്നത് എന്നുള്ളത് ആ സംഘടനയുടെ പ്രസക്തി അല്പം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഈ നമ്മുടെ വാർഷിക ചിന്താവിഷയം അങ്ങനെ ഒരെണ്ണം ഉള്ളതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ നമ്മുടെ പള്ളികളിൽ തന്നെ ഈ വിഷയം വരുന്ന ദിവസം മിക്കവാറും അച്ഛന്മാരും ഉപദേശിമാരൊന്നും അത് പ്രസംഗിക്കാറില്ല. അങ്ങനെയല്ല നമ്മൾ അതിനെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇച്ചിരി ഒരേ വിഷയം തന്നെ 6 പ്രാവശ്യം പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആശയദാരിദ്ര്യമായിരിക്കാം അതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. അതിനകത്ത് ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട. അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് നമ്മുടെ വാർഷിക ചിന്താവിഷയത്തിൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ സീരീസിലാണ് നമ്മൾ ഈ പകൽക്കാലം. ഈ വിഷയം വാഗ്ദത്തത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഞാൻ വായിച്ച ഭാഗം അത്ര നേരിട്ട് ആ വാഗ്ദത്തവുമായിട്ട് അല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധമുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ അല്പം അന്വേഷിച്ചാൽ വാഗ്ദത്തത്തിന്റെ ചില പൊരുളുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം വാഗ്ദത്തങ്ങളുടെ ഒരു സമാഹാരമാണ്.
ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ്, പ്രതിഫലനമാണ് ഓരോ ക്രിസ്തീയ ജീവിതവും. വേദപുസ്തകത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതും പൂർത്തീകരിക്കപ്പെടാനുള്ളവയുമായ നൂറുകണക്കിന് വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയിൽ എണ്ണമെടുത്ത് നോക്കിയാൽ പൂർത്തീകരിക്കപ്പെട്ടവയാണ് കൂടുതലും എന്നുള്ളതിന് തർക്കമില്ല. ക്രിസ്തു നമുക്ക് നിത്യജീവൻ തന്നു, അവൻ നമുക്ക് സമാധാനം തന്നു, അവൻ നമുക്ക് രക്ഷ തന്നു, പാപമോചനം തന്നു, നമ്മെ അനുഗ്രഹിച്ചു. ഇത്തരം വാഗ്ദത്തങ്ങളൊക്കെ പട്ടിക നിരത്തി നോക്കിയാൽ പൂർത്തീകരിക്കപ്പെടുവാനുള്ളത് കേവലം വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട വാഗ്ദത്തങ്ങളാണ് വേദപുസ്തകത്തിൽ അധികവും, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അധികവും എന്നുള്ളത് നിങ്ങൾ ഈ രാവിലെ മനസ്സിലാക്കണം. എന്നാൽ വാഗ്ദത്തത്തിന്റെ പുറകെ അന്വേഷണവുമായി, വാഗ്ദത്ത നിവൃത്തിയുടെ പുറകെ, പൂർത്തീകരണത്തിന്റെ പുറകെ സഞ്ചരിച്ച് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. എന്നാൽ പൂർത്തീകരിക്കപ്പെട്ട വാഗ്ദത്തങ്ങളെ തിരിച്ചറിയുന്നതിനോ കണ്ടെത്തുന്നതിനോ നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. രണ്ടാമതൊരു പ്രശ്നം, വാഗ്ദത്തങ്ങളുടെ പട്ടികയിൽ നമ്മൾ പെടുത്തിയിരിക്കുന്ന ചിലതുണ്ട്. ദയവേത് ഈ രാവിലെ സമയം ഈ പ്രസംഗം കേൾക്കാനിരിക്കുന്ന ആരും തന്നെ അത്തരം ഒരു വാഗ്ദത്തത്തെ പറ്റി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുക എന്നുള്ള ചിന്തയോടെ ഇരിക്കേണ്ട. അങ്ങനെ ഒരു വാഗ്ദത്തത്തെ പറ്റി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയല്ല നമ്മൾ വായിച്ച കേട്ട ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. തൊട്ടി നിറയുന്നതും കുട്ട കവിയുന്നതും, തൊട്ടിയും വട്ടിയും കുട്ടയുമാണ് നമ്മുടെ, അത് നിറഞ്ഞു കവിയുന്നതാണ് നമ്മുടെ വാഗ്ദത്തം. അതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അത്തരം ഒരു വാഗ്ദത്തം ഈ പരിസരത്ത് നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയും വേണ്ട. അതൊക്കെ ഉണ്ട്, അതൊക്കെ നിശ്ചയമായിട്ടും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അതുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു പോകട്ടെ. എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ക്രിസ്തുവും പിതാവുമായിട്ടുള്ള ബന്ധത്തെ വരച്ചു കാട്ടി, ആ ബന്ധത്തിൽ നമ്മൾ കൂടെ കൂടിച്ചേരുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിസ്മയാവഹമായിട്ടുള്ള ഒരു മാറ്റം, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനായി തീരുന്ന മാജിക്, അതൊക്കെയാണ് വാഗ്ദത്തത്തിന്റെ ഉന്നതമായ ഭാവമായിട്ട് യോഹന്നാൻ ഇവിടെ അടയാളപ്പെടുത്തി വെക്കുന്നു. ഒരു സവിശേഷമായ ബന്ധം, ആ ഒരു സാധ്യത യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപാരമായ ഒരു പാരസ്പര്യം, ഒരു ഭാരതീയ സങ്കല്പമൊക്കെ അനുസരിച്ച് പറഞ്ഞാൽ ഒരു കുടികൊള്ളൽ, പരകായ പ്രവേശം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സാധ്യത വേദപുസ്തകം നമ്മോട് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവുമായി ഒരു നിത്യ സഹിത്വം, ഒരു കൂട്ടായ്മ, അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു ആനന്ദവും ഒരു അനുഭവവും ഒക്കെ കാണിച്ചു തന്ന് യേശു അതിലേക്ക് നമ്മെ വശീകരിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ്. ഈ യേശു വാഗ്ദത്തം ചെയ്ത ഇത്തരം അനുഭവങ്ങളെ പതിയെ ഞെക്കിക്കൊന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ചില അടയാളങ്ങളുടെ പുറകെ പോയ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു സൂചനയോട് പറഞ്ഞ് ഞാൻ വായിച്ച ഭാഗത്തേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ഈ വാഗ്ദത്തത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. ചില പള്ളിപ്പുരകളിൽ, ചില കൾട്ട് ഗ്രൂപ്പുകളിൽ, TV ഷോകളിലൊക്കെ ചെന്നിരുന്ന് പാസ്റ്റർ ഇങ്ങനെ കൈ ഉയർത്തി, അച്ഛൻ ഇങ്ങനെ കൈ ഉയർത്തി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വാഗ്ദത്തം. നീ ഇന്ന് ഇങ്ങനെ പോകുന്നു, നീ അവിടെ എത്തിച്ചേരുന്നു, നിനക്കത് സംഭവിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞ് അതിനെ വാഗ്ദത്തമായി തെറ്റിദ്ധരിച്ച് അതിലിങ്ങനെ ഒഴുകി നടക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരോടും ഈ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: വാഗ്ദത്തത്തെ അന്വേഷിക്കേണ്ടത് ഒരേ ഒരിടത്താണ്, അത് വിശുദ്ധ വേദപുസ്തകത്തിലാണ് എന്നുള്ളത് ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് രാവിലെ സമയം പറയുകയാണ്. നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ചില മനുഷ്യരുടെ വായിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് വേദപുസ്തകത്തിലേക്ക് മടങ്ങി അതിനെ ക്രോസ് ചെക്ക് ചെയ്ത് ഒന്നുകൂടെ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വവും ഈ വാഗ്ദത്തത്തെ അന്വേഷിക്കുക എന്നുള്ള ഒരു വായനയ്ക്കകത്ത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. വാഗ്ദത്തത്തെ തിരയേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്. ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. വാഗ്ദത്തത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അത്തരം ഒരു വായനയാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. നന്നായിട്ട് അന്വേഷിച്ചാൽ, തിരഞ്ഞാൽ കണ്ടെത്താൻ പറ്റുന്ന 3 വാഗ്ദത്തങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യകുലത്തിന് സാധ്യമാകുവാനായിട്ട് ദൈവം കൽപ്പിച്ചു തന്ന എല്ലാ നിറവും നിങ്ങൾ പ്രാപിച്ച് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വായിച്ച ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ വാക്യം നമ്മൾ വായിച്ച ആദ്യത്തെ വാക്യം, 31-ാം വാക്യം. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്: ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്രിസ്തുവിനെ പിതാവ്
മഹത്വപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ആരെങ്കിലും വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം. മതി. എന്താ അവിടെ വായിച്ചത്? നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് 31-ാം വാക്യത്തിലും 32-ാം വാക്യത്തിലും നമ്മൾ കണ്ടത് പിതാവ് പുത്രനെ എങ്ങനെ മഹത്വപ്പെടുത്തി, പുത്രന്റെ മഹത്വം പിതാവിന് എങ്ങനെ മഹത്വകരമായി മാറി, പിതാവിന്റെ മഹത്വം എങ്ങനെ പുത്രനിൽ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ക്രിസ്തു മഹത്വപ്പെട്ട അതിമനോഹരമായ ഒരു കാഴ്ച നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിന് ശേഷം നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ 17-ാം അധ്യായത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ്, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്കും കൊടുത്തിരിക്കുന്നു. മനുഷ്യനെ ദൈവം വിളിച്ചത് പിതാവിന്റെയും പുത്രന്റെയും മഹത്വം പ്രാപിക്കേണ്ടതിനാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ വാഗ്ദത്തം ഈ പകൽക്കാലം ഞാൻ ഈ ഭാഗത്ത് നിന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, പിതാവിന്റെ മഹത്വം പുത്രന് കൊടുത്തതുപോലെ പുത്രന്റെയും പിതാവിന്റെയും മഹത്വവും പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ. നമ്മളെ സംബന്ധിച്ച് അതൊരു വാഗ്ദത്തമായി തോന്നുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇച്ചിരി പ്രയാസമാണ് അത് ദഹിക്കാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തെ മഹത്വകരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ക്ഷണം. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തിയെങ്കിൽ, പിതാവ് പുത്രനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ആ മഹത്വം പ്രാപിക്കാനായിട്ട് എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രയോഗം, പിതാവ് പുത്രനെ ലോകത്തിന് ദാനം നൽകി എന്നുള്ള ഒരു വാചകം നിങ്ങൾക്കറിയാം. പുത്രനെ ദൈവം ലോകത്തിന് നൽകി. ആ പ്രയോഗത്തിനേക്കാൾ അല്പം കൂടെ ശ്രേഷ്ഠമായ ഒരു പദം, പിതാവ് പുത്രനെ ലോകത്തിന് ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ്, മാതൃകയാക്കി. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ അർത്ഥം, ഈ ഒരു മനുഷ്യന് ലോകത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഒരു മനുഷ്യന് ലോകത്തിൽ എവിടെ എത്ര ഉയർന്ന തലത്തിൽ എത്താൻ പറ്റുമോ അതിനെ പ്രദർശിപ്പിച്ചത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. അതിലൂടെ പിതാവിനെ പുത്രൻ മഹത്വപ്പെടുത്തി. ആ മഹത്വപ്പെടുത്താനുള്ള വിളിയും വാഗ്ദത്വമാണ് എനിക്ക് നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം. ഇത്തരം ഒരു വെളിച്ചം കിട്ടിയ യോഹന്നാൻ പിന്നെ അങ്ങോട്ട് ഇതിനെപ്പറ്റി ധാരാളമായിട്ട് എഴുതുന്നുണ്ട്. ഈ വാക്യം തന്നെ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഭയങ്കര രസമാണ്. ഗ്ലോറിഫൈ, ഗ്ലോറിഫിക്കേഷൻ, ഗ്ലോറിഫൈഡ്, ഇങ്ങനെ 8 പ്രാവശ്യം ഈ 2 വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം മുതൽ ഇത് തന്നെയാണ് യോഹന്നാൻ സംസാരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സത്യ വെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടേയിരുന്നു. വീണ്ടും ഒരു വാക്യത്തിൽ ഇങ്ങനെ 2-ാം ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി നമ്മൾ കണ്ടു. നിങ്ങളുടെ മനസ്സും ശരീരവും എവിടെയൊക്കെ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു തൊട്ടി നിറയുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ മടങ്ങി വരും, ഞാൻ ഇടയ്ക്ക് പറയാം, അപ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും വരും. അപ്പൊ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി മാറി. നിങ്ങളിൽ എന്തെങ്കിലും മഹത്വത്തിന്റെ ഒരു അംശമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തേജസ്സിന്റെ കണമുണ്ടെങ്കിൽ അത് പിതാവിൻ്റെതാണ്. യേശുക്രിസ്തുവിലൂടെ പിതാവ് നമുക്ക് തന്ന തേജസ്സിന്റെ ബാക്കി പത്രമാണെന്ന് ഈ രാവിലെ സമയം മനസ്സിലാക്കണം. ഈ 13-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത് ക്രിസ്തു പിതാവിനെ പ്രദർശിപ്പിക്കാനായിട്ടുള്ള വ്യഗ്രത കൂടുതൽ കാണിക്കുന്നുണ്ട്. ക്രൂശിനോട് അടുക്കും തോറും അവനെ തന്നെ ഒന്ന് താഴ്ത്തിയിട്ട്, അല്ലെങ്കിൽ അവന്റെ പ്രദർശനങ്ങളെ, അത്ഭുതങ്ങളെയൊക്കെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പിന്നെ അത്ഭുതമേ ഇല്ല, കേവലം 2 അത്ഭുതങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. അതിനെയൊക്കെ ഒന്ന് മടക്കി ബാഗിനകത്ത് വച്ചിട്ട് പിതാവിനെ പ്രദർശിപ്പിക്കണം, പിതാവിനെ വെളിപ്പെടുത്തണം, അവന്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കണം. ഞാനല്ല, ഇനി എന്റെ പിതാവ് ഉയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ശാന്തമായി ധ്യാനിക്കണം. എന്നിൽ അവശേഷിക്കുന്ന മഹത്വത്തിന്റെ കണം, എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഔന്നത്യത്തിന്റെ തലമെന്ന് പറയുന്നത് എന്നിൽ കുടികൊള്ളുന്ന ഈശ്വരാംശമാണെന്ന് ഈ രാവിലെ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ, അവനിൽ വിലയം പ്രാപിച്ചാൽ നിങ്ങൾ നേർത്ത് ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. നിങ്ങളെയൊക്കെ ഇടയ്ക്ക് തഴുകി പോകുന്ന ഒരു കാറ്റുണ്ടല്ലോ, നിങ്ങൾ കാണുന്ന ഈ കോരിച്ചൊരിയുന്ന മഴയുണ്ടല്ലോ, ഈ മഴയെയും കാർമേഘത്തെയും നമ്മൾ വേർതിരിക്കാൻ വലിയ പ്രയാസമാണ്.
ഈ മഴയെയും ഇടിമിന്നലിനെയും വലിയ പെരുമ്പുറ മുഴക്കത്തെയും വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ അടുത്തുകൂടെ നിങ്ങളെ തട്ടി തലോടി സ്പർശിച്ച് മടങ്ങിപ്പോയ, നിങ്ങളെ ആസ്വദിപ്പിച്ച് ചലിപ്പിച്ച് കടന്നുപോയ കാറ്റിൽ നിന്ന് ആ സുഗന്ധത്തെ വേർതിരിച്ചെടുക്കാൻ പ്രയാസമാണ്. എല്ലാം ഒന്നായി മാറുന്ന അപാരമായ ഒരു പാരസ്പര്യത്തിന്റെ, അപാരമായ ഒരു കുടികൊള്ളലിന്റെ, ഒരു ശ്രേഷ്ഠമായ കൂടിച്ചേരലിന്റെ മഹത്വത്തിലേക്ക് ഈ രാവിലെ സമയം നിങ്ങളെ ദൈവം ക്ഷണിക്കുകയാണ്. ക്രിസ്തു സാവകാശം ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ മഹനീയമായ കാഴ്ച കണ്ട് ഈ സാധ്യതയുടെ ആഴം മനസ്സിലാക്കി ഉള്ളിന്റെ ഉള്ളിൽ ആവേശത്താൽ എഴുതി വെച്ച ഒരു വാചകമുണ്ട്: മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനെയാണ് പേറുന്നത്? നിങ്ങൾ എന്തിനെയാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ആരാണ്? നിങ്ങളിൽ അറിയാതെ നിങ്ങൾ പ്രദർശിക്കപ്പെടുന്നുണ്ടോ, അതോ ക്രിസ്തുവാണോ നിങ്ങളിലൂടെ ലോകത്തിന് വെളിവായി പോകുന്നത്? ദൈവ മഹത്വം വഹിക്കുവാൻ ക്രിസ്തു ഒരുങ്ങുകയാണ്. ഈ കേവലം ദൈവ മക്കളാകാനല്ല നമ്മളെ വിളിച്ചത്. അതൊക്കെ 10-25 വർഷമായില്ലേ ക്രിസ്ത്യാനികളായിട്ട്. മതി. ഇനി നമ്മുടെ ജീവിതം ദൈവ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതല്ല, പകരം ദൈവ മക്കൾ എന്നുള്ള തലത്തിൽ മാത്രമല്ല, ദൈവ മഹത്വത്തെ കൂടി വെളിപ്പെടുത്തുന്നതായിട്ട് മാറണം എന്ന് പറഞ്ഞത്. ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവ മക്കളാവുക എന്നുള്ളതിനെ പോലെ അത്ര എളുപ്പമൊന്നും അല്ല. ഏത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് ആ പേര് മറന്നു. സിസ്റ്റർ വന്ദന ഫ്രാൻസിസും പ്രീതി മേരി. ഒരു കൊതുക് കടി പോലും നിങ്ങൾ ഞാനും ക്രിസ്തുവിന്റെ പേരിൽ കൊള്ളൂല. എന്താണെന്നറിയാം കാര്യം? നമുക്ക് ഉത്തരം അറിയാം. അതിന് യോഗ്യതയില്ല നമുക്ക്. ഒരു കൊതുക് കടി നിങ്ങൾ ക്രിസ്തുവിന്റെ പേരിൽ കൊള്ളൂല. നമ്മളെ പോലെ ജനിച്ച് ജീവിച്ചവരാണ് അവർ. ഒന്നിനും കുറവുള്ളവരല്ല. വിദ്യാഭ്യാസത്തിന്റെ സമ്പന്നരാണ്. കേവലം മനുഷ്യ കടത്ത് നടത്തി കുറച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേടൊന്നും കത്തോലിക്ക സഭയ്ക്കൊന്നുമില്ല. അവരെ ദൈവം യോഗ്യരായി കണ്ടു എന്നുള്ളതാണ് ഞാൻ ഈ രാവിലെ സമയം മനസ്സിലാക്കുന്നത്. ഇന്നലെ ഒരു പാസ്റ്റർ പ്രസംഗിച്ച ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനത് കോട്ട് ചെയ്യുകയാണ്. ഇതൊന്നും കാണുമ്പോൾ ഒരു നിരാശയില്ല, ഒരു ആവേശം, ഒരു നാണക്കേടാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ക്രിസ്തുവിന്റെ മഹത്വം പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ, ദൈവ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്കോ എനിക്കോ ചെയ്യാൻ സാധിച്ചോ എന്ന് ഈ പകൽക്കാലം നിങ്ങൾ ശാന്തമായി ധ്യാനിക്കാം. കർത്താവേ, നീ എന്നിൽ മഹത്വപ്പെടുന്ന ഒരു ദിനം. പിതാവ് പുത്രനിൽ മഹത്വപ്പെട്ടതുപോലെ ക്ഷണത്തിൽ എന്നെ മഹത്വപ്പെടുത്താമെന്ന് നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആ ഒരു ദിവസം, ആ ഒരു നിമിഷം ഞാൻ ഇങ്ങനെ ശാന്തമായി ഓർത്ത് നിന്നെ സ്തുതിക്കുക. ഈ കാഴ്ചകളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയം ഒന്നും പറയണമെന്ന് വിചാരിക്കരുത്. രാഷ്ട്രീയമാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ. ഈ മനുഷ്യരെ പിടിച്ച് അവിടെ ഇങ്ങനെ തടവിലാക്കാനുള്ള ശ്രമം നടത്തി. നമ്മുടെ പോലീസിനെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു വസ്തുത നടന്നാൽ, ഒരു സംഭവം നടന്നാൽ സ്വാഭാവികമായി നമ്മളാണെങ്കിൽ പോലും, നമ്മളാണ് അവിടെ ഇടപെടുന്നതെങ്കിൽ, രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ പോലും അവിടെ ആരുടെ പക്ഷത്ത് ന്യായമെന്ന് സ്വാഭാവികമായ ഒരു അന്വേഷണം നടത്തുന്നു. അതുപോലുമില്ല, പിടിച്ചങ്ങ് കൊണ്ടുപോകേ. എന്റെ പിന്നെ രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ ആവേശഭരിതനാക്കിയ കാഴ്ച ഈ സിസ്റ്റർ ഒന്നുമില്ല. അവരതിനുവേണ്ടി ഇറങ്ങിപ്പോയവരാ. ഈ ട്രൈബൽസ്, ആദിവാസികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന 3-4 പെൺകുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഒരു സംഭവമാണ്. ആ സംഭവം നടന്ന സമയത്തല്ല, പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും കൂടിയപ്പോൾ 100 കണക്കിന് ബജറംഗദൾ പ്രവർത്തകർ അവിടെ നിൽക്കുക. മൈക്കിന്റെ സൗണ്ട് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ബജറംഗദൾ പ്രവർത്തകര് അവിടെ നിൽക്കുക. അപ്പൊ ഈ മനുഷ്യന്മാർ അവിടെ നിന്നുകൊണ്ട് മറ്റേ മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് ഞാൻ വിളിക്കുന്നില്ല. എന്തായാലും ആ മുദ്രാവാക്യം വിളിക്കുകയാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അവരത് വിളിക്കുന്ന സമയത്ത് കേവലം 4-5 പെൺകുട്ടികൾ, നമ്മൾ പറയുന്ന പോലെ സംസ്കാര സമ്പന്നരോ വിദ്യാഭ്യാസത്തിൽ ഉന്നതരോ ഒന്നും അല്ല അവർ. ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് കീഴ്പ്പെട്ട 4-5 പെൺകുട്ടികൾ അവിടെ നിന്നിട്ട് ഇവര് ആവേശഭരിതരായി മുദ്രാവാക്യം വിളിച്ചിട്ട് ചില ഡയലോഗുകൾ പറയുന്നുണ്ട്. മാർക്കെ ടുക്കടാ തരുക, ജൂത്തോംസെ മാരുക, ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയുടെ ഒരു സംസ്കാരം പോയിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഈ മനുഷ്യരെ കൊല്ലാനായിട്ട് ഗതികെട്ട് കൊല്ലേണ്ടി വന്ന ഒറ്റ വെട്ടിന് അല്ലെങ്കിൽ 2-3 വെട്ടിന് അവനെ കുത്തിക്കൊല്ലും. അവരുടെ മാനസിക നില. ഈ പാമ്പിനെ അടിക്കുമ്പോൾ പോലും നമ്മൾ പറയാറുള്ള ഒരു തിയറി ഉണ്ട്, ഒറ്റ അടിക്ക് കൊല്ലണം. വേദന കുറവായിരിക്കും അതിന്. അതൊരു മാന്യതയുടെ ഭാഗമാണ്. ഇവന്മാർ എലിയെ തല്ലിക്കൊല്ലും പോലെ തല്ലിക്കൊല്ലും. അത് ആസ്വദിക്കുക.
അത്രയും വികൃത മനോഭാവമുള്ളവരാണ് ഇവർ. അപ്പൊ ഈ ആർത്തലയ്ക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇവരെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ 4 പെൺകുട്ടികൾ അവിടെ നിന്നുണ്ട് ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു. നിങ്ങളെ കൈയൊന്നും പൊങ്ങൂല, നിങ്ങൾ സംസാരിക്കുകയില്ല, അതിന് ചില്ലറ ധൈര്യം. നിങ്ങൾ പറ്റുമെങ്കിൽ തിരിച്ച് വീട്ടിൽ പോയി ആ വീഡിയോസ് ഒന്ന് കാണാം. നമ്മുടെ വിശ്വാസവും നമ്മളെ ഈ ദൈവത്തെ പ്രദർശിപ്പിക്കാനുള്ള വ്യഗ്രതയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആളെ നോക്കേണ്ട സമയങ്ങളാണ്. ദൈവത്തിന്റെ മഹത്വം പ്രദർശിപ്പിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഞാൻ ആ ഭാഗം നാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ്, മാനപാത്രമാണ്. ഇപ്പോൾ അപ്പോസ്തലനെ പറ്റിയുള്ള ഒരു വാചകം പഴയ നിയമത്തിൽ ഈ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ വേദപുസ്തകത്തിൽ അത്ര വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റും. ഒരു പാത്രത്തെ അവർ അത് നിർമ്മിക്കുന്ന സ്ഥലത്തോ കടയിലോ പോയി മേടിച്ചുകൊണ്ട് വന്നാൽ ആവോളം അതിനെ കഴുകി പുറത്ത്, ദേവാലയത്തിന് പുറത്ത് വെച്ച് കഴുകി, പുതിയ പാത്രമാണ്, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ആവോളം ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ ഇട്ട് ഇതിനെ കഴുകിയിട്ട് ആലയത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ ഇന്നലെ തിരുമേനിയോടൊപ്പം രതീഷത്തിനോടൊപ്പം ഒരു ദേവാലയ പ്രതിഷ്ഠയിൽ പങ്കെടുത്തു. അതിന്റെ എല്ലാ ഭാഗങ്ങളിലും ആരാധനയ്ക്കായി വേർതിരിക്കുന്നതാണ്. അതിലൊന്നും വേറെ വിചിത്രതയൊന്നും നിങ്ങൾ കാണാം. എല്ലാ ഭാഗത്തും മേശയിലും കസേരയിലും മൈക്കിലും എല്ലായിടത്തും ഒരു മൂറം തേച്ച് അതിനെ വേർതിരിക്കും. ഇത് വേർതിരിക്കുന്നതാണ്, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. എണ്ണ തേച്ചുകൊണ്ട് അസുഖം ഭേദമൊന്നുമില്ല, അത് വേർതിരിക്കുന്നതിന്റെ അടയാളമാണ്. ഇതിനെ, ഈ പാത്രത്തെ ദേവാലയത്തിനകത്ത് ശുദ്ധീകരണ കർമ്മം കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം ഈ മൂറോൻ പൂശി അതിനെ വേർതിരിക്കും. പിന്നെ അതിനെ വേറെ ഒന്നിനും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആ പ്രയോഗമാണ് പൗലോസിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രം. നമ്മൾ ആരാണ്, നിങ്ങളിൽ എന്താണ് കുടികൊള്ളുന്നത്, നിങ്ങൾ എന്താണ് പ്രദർശിപ്പിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ വിടുകയാണ്. ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തി ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ആ മഹത്വം 22-ാം വാക്യത്തിൽ, 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവർക്കും കൊടുത്തു. നിങ്ങൾക്ക് ലഭിച്ച മഹത്വത്തെ ധ്യാനിക്കുവാനും സ്മരിക്കുവാനും ഈ പകൽക്കാലം ഇടയാകട്ടെ. നിങ്ങളെ മഹത്വപ്പെടുത്തും എന്നുള്ളതാണ് ആത്മീകമായ വാഗ്ദത്തത്തിന്റെ ഏറ്റവും ഉന്നതമായ തലം. 2-ാമത്തെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. 33-ാം വാക്യം, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൂന്ന് മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയും. അല്പം പ്രയാസമുള്ള ഭാഗമാണ്, പ്രയാസമുള്ള ഭാഗവുമല്ല. അവിടെ ഒരു വാഗ്ദത്വമൊന്നും കിട്ടൂല. കാരണം നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേനെ, അതൊരു വാഗ്ദത്തമായിട്ട് നമ്മൾ എടുത്തേനെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. 2 വളരെ സവിശേഷമായ അടയാളങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്ക് വരുന്നൊരു ഭാഗമാണ്. അതായത് ഒന്നാമത്തത്, എന്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മൂന്നാമത്തെ ഭാഗം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നേ ഉള്ളൂ, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും എന്നുള്ളതാണ്. തിരിച്ച് പോയവരൊക്കെ മടങ്ങി പറഞ്ഞേ, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഇവിടെ ഒരു ധ്വനി എന്ന് പറഞ്ഞാൽ കണ്ടെത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വാഗ്ദത്തം പോലെ സ്വീകരിക്കേണ്ട ഒരു ഭാഗമാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. ഞാനത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാകും എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ ചോദ്യം ചോദിച്ചാൽ തുടങ്ങാം, നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയോ? നേരത്തെ പറഞ്ഞ ഭാഗത്ത് നിന്ന് വിഭിന്നമായി നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയോ എന്നുള്ളതാണ് ചോദ്യം. വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ 1-2 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ശിഷ്യന്മാരുടെയൊക്കെ ഒരു ആകുലത, ആശങ്ക, ഗുരു എവിടെ താമസിക്കുന്നു എന്നുള്ളത്. നീ എവിടെ താമസിക്കും? അപ്പൊ അതിന്റെ തുടർമാനമായ വായനകളൊക്കെ വേദപുസ്തകത്തിലുണ്ട്, നിങ്ങൾ വായിച്ചുകൊള്ളുക. അതിന് ഇച്ചിരി പുറകിലേക്ക് പോയാൽ, ക്രോണോളജിക്കലി അല്പം പുറകിലായിട്ടാണ് അത് സംഭവം. 12 വയസ്സുള്ള യേശു ക്രിസ്തു തന്റെ ദേവാലയത്തിൽ ദൈവ സന്നിധിയിലായിരുന്നിട്ട് അത് ശ്രദ്ധിക്കാതെ മടങ്ങിപ്പോയ മാതാപിതാക്കൾ 3 ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു. 2 ചോദ്യങ്ങളും സിമ്പിൾ ആയിട്ട് വായിച്ചു കളയേണ്ടതല്ല, ആഴമുള്ള ആത്മീക അർത്ഥങ്ങളുള്ളതാണ്. ഒന്ന്, ക്രിസ്തു എവിടെ വസിക്കുന്നു എന്നുള്ളതും ക്രിസ്തു എവിടെ
ഇരുന്നു എന്നുള്ളത്. ഈ രണ്ടും ആത്മീക അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിനെ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അന്വേഷണങ്ങൾ മുഴുവൻ ക്രിസ്തു എവിടെയുണ്ട് എന്നുള്ളതായിരിക്കണം. അവൻ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് വസിക്കാൻ താല്പര്യപ്പെടുന്ന ആൾ. അത് മാത്രമല്ല ആ ഭാഗത്തിന്റെ വ്യാഖ്യാനങ്ങൾ. നമുക്ക് നിശ്ചയമായും പ്രാർത്ഥനയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാം, വചനധ്യാനത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാം, കുദാശകളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഈ ദേവാലയ ശുശ്രൂഷകളിലും പങ്കുചേർന്ന് അവനെ പ്രാപിക്കാം. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അന്വേഷണം ഒരിക്കലും നിന്നു പോകാത്തതാണെന്ന് ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ കണ്ടെത്തുമെന്നോ കണ്ടെത്തില്ല എന്നോ അല്ലെങ്കിൽ അതൊരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല. വളരെ കൃത്യമായി യോഹന്നാൻ എഴുതി വെക്കുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും. മരിക്കുന്നത് വരെ തുടരേണ്ട ഒരു പ്രക്രിയയുടെ പേരാണ് ക്രിസ്താന്വേഷണം. അത് നിർത്തരുത് എന്നാണ് സൂചന. ഈ യേശുവിന്റെ കൂടെ കൂടിയ ജനത്തിന്റെ ഒരു പ്രശ്നമാണ്, ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു, ഒരു പറ്റം മനുഷ്യരുണ്ടായിരുന്നു. ചിലരൊക്കെ അത്ഭുതങ്ങൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്രിസ്തുവിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അപ്പോൾ ഉള്ള ദിവസം, ഭക്ഷണം കിട്ടുന്ന ദിവസമൊക്കെ അവര് ക്രിസ്തുവിന്റെ കൂടെ കൂടും, അല്ലാത്ത ദിവസം അവരില്ല. വേറൊരു കൂട്ടം മനുഷ്യര് ചില സമയത്തൊക്കെ ക്രിസ്തു കൊള്ളാം, ഓക്കെ, നല്ലതാണ്, ദൈവപുത്രനാണ്. രസകരമായ സംഗതി, ചില ദിവസങ്ങളിൽ ഭൂതങ്ങൾ വരെ അല്ലാതെ വിളിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു എന്നാണ്. അപ്പൊ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് നിങ്ങൾ? ഞാൻ ഈ ചില സമയത്തൊക്കെ പറയാൻ പാടില്ല എങ്കിൽ പോലും ഈ ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതിൽ കവിഞ്ഞ് എന്തായിട്ട് കണ്ടെത്തി എന്നുള്ള പ്രശ്നം കൂടെയാണ്. അതാണ് ഈ ചോദ്യം. ആ ചോദ്യം വളരെ ഗൗരവമായി എടുക്കണം. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഒന്ന് ഞാൻ പറഞ്ഞത്, മരിക്കുന്നവരെ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒന്നാണ് ക്രിസ്തു. വിളിച്ചോദ്യം എപ്പോഴും പൂർണ്ണമായി തോതിൽ ആർക്കും കിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ ആ ദൈവസങ്കല്പമൊക്കെ നമ്മൾ വിചാരിക്കുന്ന തലത്തിൽ നിന്ന് മാറിപ്പോകും. നിങ്ങൾ നിരന്തരം അന്വേഷിക്കും. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ എന്തായിട്ട് അന്വേഷിക്കുന്നു. ചില പാസ്റ്റർമാര്, സോറി ആ വാക്ക് എപ്പോഴും മനസ്സിൽ വരുന്നുണ്ടാണ്, ഇപ്പൊ ആരാധിച്ച വിടുതലാണ്. ഇപ്പൊ മറ്റേ സുരാജ് വിനാറും കൂടി ചോദിച്ചാൽ നാളെ കേരളം ഇല്ല. അപ്പൊ ആരാധിക്കുന്നത് പോലും എന്തിനാണ്? മറുപടി പറഞ്ഞ ഉത്തരം പറഞ്ഞില്ലേ? വിടുത തെറ്റാണ്. അതാണ് പ്രശ്നം. അപ്പൊ എന്തായിട്ട് അന്വേഷിക്കുന്നു എന്നും കൂടെ ഈ രാവിലെ സമയം നിങ്ങളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ്. ഞാൻ ആ ഭാഗം അങ്ങനെ അവിടെ വിട്ടിട്ടില്ല. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുമോ ഇല്ലയോ എന്ന് ഉത്തരവില്ല. അതായത് നാം നിരന്തരം ചെയ്യേണ്ട ഒരു കർമ്മത്തെ കർത്താവ് അവിടെ സൂചിപ്പിക്കുകയാണ്. അതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് അല്ല. പൗലോസ് അപ്പോസ്തലൻ ഈ ക്രിസ്താന്വേഷണത്തിന്റെ ഉദാത്തമായ ഒരു തലത്തെ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. തൊട്ടടുത്ത വാക്യങ്ങളാണ്. എന്റെ കർത്താവ്, നിങ്ങൾ വേദോസം എടുത്തോ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ ഒരു വാചകമുണ്ട്, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള, ആരെങ്കിലും വായിച്ചേ ബാക്കി? എന്റെ കർത്താവായ കുറിച്ചുള്ള മതി. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പറഞ്ഞ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ഇപ്പൊ ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതിയോ, കണ്ടെത്തിയാൽ മതിയോ? അതിന്റെ അപ്പുറം പോകണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രാപിക്കണം? പരിജ്ഞാനത്തിന്റെ. അവിടെ എന്തിരുന്നില്ല. പൗലോസിന് ആ വാചകം പറഞ്ഞു അങ്ങനെ ഒന്നും വിടാൻ പറ്റൂല. അതുകൊണ്ട് അവൻ പറയുകയാണ് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ് ഏത്? ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ് പരിജ്ഞാനം. അതിന്റെ ശ്രേഷ്ഠതയുണ്ടോ? ആ ശ്രേഷ്ഠതയെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം അവനിങ്ങനെ തെളിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. താഴോട്ട് വരുന്നുണ്ട്, എന്തായിട്ടൊക്കെ മനസ്സിലാക്കണമെന്ന് ഞാൻ അതൊന്നും വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും ക്രിസ്തുവിനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അങ്ങനെ പോവുകയാണ് ആ ഭാഗം. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ക്രിസ്താന്വേഷണം നിലയ്ക്കാത്തതാകട്ടെ. ഇതൊരു വാഗ്ദത്തം പോലെ എടുക്കാൻ പറ്റുമോ?
അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒന്നായി മാറട്ടെ. ഓരോ ദിവസവും നമ്മൾ യേശുവിനെ കണ്ടെത്തി ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. പുതുക്കമുള്ള അനുഭവം നാൾതോറും എനിക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അങ്ങനെ അത്യന്തം നവീകരിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ തൊട്ട് താഴെ വളരെ വളരെ ഗൗരവമായി ധ്യാനിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഞാൻ ഇപ്പോൾ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് യഹൂദന്മാരോട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളോടും ഇപ്പോൾ പറയുന്നു. അതൊരു കീറാമുട്ടിയാണ്. കീറാമുട്ടിയൊന്നുമല്ല, എൻ്റെ കൃത്യമായ പരിഭാഷ. ഞാൻ ഇപ്പോൾ പോകുന്നിടത്തേക്ക് നിങ്ങൾ വരണ്ട. ദൈവത്തിന് സ്തോത്രം. എവിടേക്കാ ക്രിസ്തുവിന്റെ യാത്ര? എവിടേക്കാ ക്രിസ്തു ഇപ്പൊ പോകുന്ന? ഇവിടുന്ന് കാൽവറിയിലേക്ക്. ഈ സ്നേഹമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ ഇത്തരം സ്നേഹത്തെ നിങ്ങൾക്ക് ധ്യാനിച്ചാൽ മനസ്സിലാവൂല എന്നല്ല, അത് തീരൂല. നമ്മുടെ ട്രാൻസ്ലേഷനിൽ ഒരു ചെറിയ എററാണ്. ഞാൻ ഇപ്പോൾ പോകുന്നിടത്തേക്ക് നിങ്ങൾ വരണ്ട. സത്യമാണത്. കൂടെ ഉണ്ടായിരുന്ന 80-ൽ പരം മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ 11 മനുഷ്യർക്ക് ഒരു പോറൽ പോലും ഈ കുരിശുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനായിട്ട് ഇടയാക്കിയില്ല. ക്രിസ്തുവിടെ നീ വരണ്ട. ഈ സ്നേഹത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ക്രിസ്താന്വേഷണം ഒരിക്കലും നിർത്താനായിട്ട് പാടില്ല, നിരന്തരമായി നടത്തേണ്ടതാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട്, അലക്സാണ്ടറിന്റെ മകനുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി പറഞ്ഞാൽ, സോക്രട്ടീസിന്റെ ശിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. എനിക്കത് അത്ര നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ അടുത്തേക്ക് ഒരു മകനെ പഠിപ്പിക്കാൻ അയച്ച ഒരു മനുഷ്യന്റെ കഥയാണ്. അപ്പോൾ ശ്രേഷ്ഠനായ ഒരു ഗുരു ഒരു മലയുടെ മണ്ടയ്ക്ക് ഒരു വലിയ കൊട്ടാരത്തിൽ പാവു എന്ന നോക്കണം അവനെ പഠിപ്പിച്ച കഥയാണ് താമസിക്കുന്നുണ്ട്. ആ ഗുരുവിന്റെ അടുത്തേക്ക് ഈ മകനെ അഭ്യസിക്കാനായിട്ട് ഒരു മനുഷ്യൻ കൊണ്ടുവന്നാക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗുരു നല്ല തിരക്കിലാണ്. സാധാരണ ആചാര്യന്മാര് താമസിക്കും പോലെയല്ല, കൊട്ടാര സദൃശ്യമായ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. നല്ല തിരക്കുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഗുരു ഇവനെ കണ്ടിട്ട് നീ പഠിക്കാമെന്നല്ലേ, കൊള്ളാം, നീ ഒരു കാര്യം ചെയ്ത്, ഞാനിപ്പോൾ നല്ല തിരക്കിലാണ്, ഈ കൊട്ടാരം മുഴുവനൊന്ന് കണ്ടേച്ച് പറഞ്ഞു. ഏകദേശം 2 മണിക്കൂറെടുത്ത് ഈ മനുഷ്യൻ കാണാനായിട്ട് സമയം ഒക്കെ ക്രമീകരിച്ച് പോകാൻ തുടങ്ങി. അപ്പൊ ഗുരു പറഞ്ഞു, ഇനി വാ, അതാണ്ട് ഈ സ്പൂണിൽ 2 തുള്ളി എണ്ണയുണ്ട്, ഇതും കൊണ്ടുപോയിക്കോ. തിരിച്ചു വരുമ്പോൾ ഈ സ്പൂണിലെ എണ്ണ അതുപോലെ വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. ഇങ്ങനെയാണ് ക്ലാസ് എങ്കിൽ എത്ര നാൾ വേണോ പഠിക്കാമെന്ന് ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ യാത്ര തുടങ്ങി. കൊട്ടാരത്തിൽ ഓരോന്നായി കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തീരെ അവശനായി ഗുരുവിന്റെ അടുത്തേക്ക് വന്നു. ഗുരു ചോദിച്ചു, കൊള്ളാമോ, കണ്ടോ, അത് കണ്ടോ, നീ ആ തിരശീല കണ്ടോ, പിന്നെ ഗ്രന്ഥപുര കണ്ടോ, ഞാൻ വിരിച്ചിരിക്കുന്ന വിരികൾ കണ്ടോ, തറയിൽ വിരിച്ചിരിക്കുന്നത് കണ്ടോ, സിംഹാസനം കണ്ടോ, മുറികൾ കണ്ടോ, പെയിന്റിങ് കണ്ടോ, കളറിങ് കണ്ടോ, ചിത്രപ്പണികൾ കണ്ടോ, ചുവർ ചിത്രങ്ങൾ കണ്ടോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഇവൻ ചിലതൊക്കെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അവസാനം ഗുരു ചോദിച്ചു, നിന്റെ കയ്യിൽ തന്ന ആ സ്പൂണും എണ്ണയും നൽകി. മതി. കാഴ്ചകളുടെ കൂട്ടത്തിൽ അവനത് നഷ്ടപ്പെട്ടു. ഗുരു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ്, നീ പോയി ഇതെല്ലാം നേരെ കണ്ടേച്ച് വാ. തിരിച്ചു വന്നു. ഗുരു വീണ്ടും ചോദിച്ചു, എന്തൊക്കെ കണ്ടു? നീ ആ കൽവിളക്കുകൾ കണ്ടോ? കൽവിളക്കുകളിൽ ചില തിരി ഏറിയും ആന്തിയും കുറഞ്ഞും ഒക്കെ കത്തുന്നത് കണ്ടോ? ചിലത് നേർത്ത് കത്തുന്നു, ചിലത് ആന്തി കത്തുന്നു. അപ്പോഴും അവരെല്ലാം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അപ്പോഴും സ്പൂണിലെ എണ്ണ അതുപോലെ ഉണ്ട്. നമ്മുടെ ക്രിസ്താന്വേഷണത്തിന്റെ ഇടയിൽ ഈ ഒരു കഥ ഓർക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴൊക്കെ കയ്യിലെ എണ്ണ നഷ്ടപ്പെട്ടു പോകും. ചിലതൊക്കെ നമ്മൾ കാണും. ചിലപ്പോഴ് കയ്യിലെ എണ്ണ കാണും, നമ്മളൊന്നും കാണാതെയും പോകും. ഇപ്പൊ വളരെ ഗൗരവമായി മരിക്കുന്നവരെ ഏർപ്പെടേണ്ട ഒരു ശുശ്രൂഷയുടെ പേരാണില്ല ഈ ക്രിസ്തു എന്ന് പറയുന്ന അന്വേഷണം എന്ന്. അവൻ്റെ സ്നേഹത്തെ നിങ്ങൾക്ക് ഒരു വാക്കുകളാലും അളക്കാനായിട്ട് സാധിക്കും. ഞാൻ വളരെ വേഗത്തിൽ അവസാനത്തെ എന്നെയും നിങ്ങളെയും പറ്റിയുള്ള കർത്താവിൻ്റെ ഒരു വാഗ്ദത്തത്തെ കൂടി ചൂണ്ടിക്കാണിച്ച് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു വാഗ്ദത്തത്തെ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഭാഗമാണ് 34-35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ.
നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വിഷമകരമായ സംഭവങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു ഭാഗമാണിത്. ഒന്നാമത്തെ വിഷമകരമായ സംഗതി, ക്രിസ്തുവിന്റെ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന്, ആ ഭക്ഷണമേശയിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകും. കേവലം മനുഷ്യനല്ല, അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ പെടുത്തേണ്ടിയിരുന്ന മനുഷ്യൻ, ക്രിസ്തു ഏറെ പ്രതീക്ഷ വച്ചിരുന്ന മനുഷ്യൻ. ഒരു കൂട്ടുകാരൻ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിലാണ് ക്രിസ്തു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ വായിച്ചു നിർത്തിയ ഭാഗത്തിന് ശേഷം 36 വാക്യം മുതൽ വായിക്കുമ്പോൾ പത്രോസിന്റെ തിരസ്കരണത്തെ പറ്റി കർത്താവ് സൂചിപ്പിക്കുന്നു. അത് രണ്ട് വേദനാജനകമായ അനുഭവങ്ങൾക്കിടയിലാണ് ക്രിസ്തു വർത്തമാനം പറയുന്നത്. ആ വർത്തമാനത്തിൽ ആവർത്തിച്ച് പറയുന്ന പദം സ്നേഹിക്കുക. ഇത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? നമ്മളാണെങ്കിൽ മൂഡ് ഓഫ് ആയി, ഡിപ്രസ്ഡ് ആയി, ഡാർക്ക് സീൻ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇല്ലേ. ക്രിസ്തു ഈ തിരസ്കരണങ്ങളുടെ ഇടയിലും അവൻ വളരെ ഭംഗിയായിട്ട് എന്തിനെ പറ്റി സംസാരിക്കുന്നു? സ്നേഹത്തെ പറ്റി പറയുകയാണ്. ആ സ്നേഹത്തെ പുനർനിർവചിച്ചു. എങ്ങനെ പുനർനിർവചിച്ച്? ഇതെന്റെ കൽപ്പന. പണ്ടൊക്കെ സ്നേഹം ഒരു ഓഫറായിരുന്നു, ഞാൻ സ്നേഹിക്കാം. പക്ഷെ ക്രിസ്തു അതിനെ പൊളിച്ചെഴുതുകയാണ്. എന്താ പറയുന്നത്? കൽപ്പനയാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? അനുസരിച്ചേ പറ്റുകയുള്ളൂ. ക്രിസ്തു പറയുകയാണ് ഇതെന്റെ കൽപ്പനയാണ്. ഒരു പക്ഷേ ഏറ്റവും വലിയ കൽപ്പനയാണ്. ഞാനിങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു പാഠശാലയും പാഠപുസ്തകവും തുറക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളത് ഒരു വിളിയാണ്. കൽപ്പനയേക്കാൾ കൂടുതൽ ഇറ്റ് ഈസ് എ കോൾ. ഈ വിളി, വരം, വാഗ്ദത്തം, ഈ 3 കാര്യങ്ങളും ചേർത്ത് പഠിക്കേണ്ടതാണ്. നമ്മളിതൊരു പഠന പ്രക്രിയയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ധ്യാനിക്കാം. വിളി, വരം, വാഗ്ദത്തം. ഓർപ്പിക്കുന്നത് നിങ്ങൾ സ്നേഹത്തിന്റെ ഗൃഹപാഠങ്ങൾ ചെയ്തു തുടങ്ങണം. സ്നേഹമാണ് ഒരാളുടെ സുവിശേഷം. ആദിമസഭ ഈ സ്നേഹം പേറിയാണ് നടന്നത്. ഈ സുവിശേഷത്തിന്റെ സാരാംശം സ്നേഹമാണ്. സ്നേഹത്തിന്റെ പര്യായപദമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിതാവ് പുത്രനിൽ നിന്നാണ് സ്നേഹം പഠിച്ചത്. നമ്മൾ ക്രിസ്തുവിൽ നിന്നാണ് സ്നേഹം പഠിച്ചത്. അവന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണം നമ്മൾ കണ്ടത് കുരിശിലാണ്. അതോ അത്രയും ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഈ സ്നേഹത്തിന് ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ശാന്തമായി ഒന്ന് ക്രിസ്തുവിനെ നിരീക്ഷിച്ചാൽ അവന്റെ വാക്കുകളിൽ, അവന്റെ അത്ഭുതങ്ങളിൽ, അവന്റെ പ്രവൃത്തികളിൽ ഒക്കെ നമുക്ക് ഈ സ്നേഹം കാണുവാനായിട്ട് സാധിക്കും. അവിടെ എഴുതി വച്ചിരിക്കുന്നത് അല്പം ഗഹനമായി വായിക്കണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ വെറുതെ വായിച്ചു വിടരുത്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് അടുത്തതാണ് പ്രശ്നം, എന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഒരു വിചിത്രമായ പ്രയോഗമാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച്. കാരണം ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളതെല്ലാം രഹസ്യത്തിൽ ചെയ്യാൻ. നിങ്ങൾ കാണിക്കേണ്ട ആരും കാണരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുറിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം, അല്ലാതെ പ്രാർത്ഥിക്കണ്ടെന്ന് കർത്താവ്. പക്ഷെ ഇവിടെ പറയുന്നു എല്ലാവരും കാണണം. എന്ത് കാണണം? നിങ്ങൾ കൊടുക്കുന്നത് കാണണ്ട, പ്രാർത്ഥിക്കുന്നത് കാണണ്ട. പിന്നെ എന്താ കാണേണ്ടത്? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം. അതൊരു പ്രശ്നമാണ്. ലോകത്തിൽ ഇറങ്ങി സ്നേഹിക്കാനല്ല പറഞ്ഞു, ഈ പള്ളിക്കകത്ത് സ്നേഹിച്ചാൽ, വീട്ടിൽ സ്നേഹിച്ചാൽ. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രദർശിപ്പിക്കുന്നില്ല. ക്രിസ്തു വളരെ ഈ നൂറ്റാണ്ടുകളുടെ ഗവേഷണം, $1 മില്യൺ ഗവേഷണം നടത്തിയാണ് ഈ സ്നേഹം പ്രദർശിപ്പിക്കാത്തതാണ് ബന്ധങ്ങളുടെ വിഘാതങ്ങൾക്ക്, പൊള്ളലുകൾക്ക് കാരണമെന്ന് ലോകം കണ്ടെത്തി. വലിയ സൈക്കോളജിസ്റ്റ് സിഗ്മണ്ട് ഫ്രോയിഡ് പോലുള്ള മനുഷ്യരാണ് അത് കണ്ടെത്തിയത്. അതിനെത്രയോ പതിറ്റാണ്ട് ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ സ്നേഹം പ്രദർശിപ്പിക്കും. അതാണ് ക്രിസ്തു എന്ന മഹാഗുരുവിന്റെ ഔന്നത്യം. നിങ്ങളുടെ സ്നേഹം പ്രദർശിപ്പിക്കും. ലോകം കാണണം. നിങ്ങൾ കൊടുക്കുന്നത് കാണണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണണ്ട, നിങ്ങൾ ട്രാക്ട് കൊടുക്കുന്നത് കാണണ്ട, നിങ്ങൾ പ്രസംഗിക്കുന്നത് കാണണ്ട. പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് ലോകം കാണും. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. നമ്മൾ ഈ ശിഷ്യന്മാരാകാനായിട്ട് എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ട്രാക്ട് കൊടുക്കുന്നു. പണ്ട് രാവിലെ ഒരു തോമാച്ചന്റെ വീട്ടിൽ രാവിലെ ഭയങ്കര ബഹളം, മാരി എന്തോ കിടന്ന് പറയുക. അപ്പൊ അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ വന്ന് നോക്കി, ഇതൊരാൾ പറഞ്ഞ കഥയാണ്. ആൾക്കാരൊക്കെ വന്ന് നോക്കിയപ്പോ എന്താ പറ്റി പ്രത്യേകിച്ച് അവിടെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ എന്റെ സാറേ, ഇന്നലെ രാത്രി 10-11 മണിയായപ്പോ ഭക്ഷണം കഴിച്ച് കിടന്നതാണ്, ഇപ്പൊ രാവിലെ കഴിച്ചപ്പോ പാസ്റ്റർ ഒന്നും പറഞ്ഞിരിക്കുന്നു പെട്ടെന്ന്. രാത്രി കിടക്കാൻ പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു.
രാവിലെ എഴുതിച്ചപ്പോൾ പാസ്റ്ററാണ് പുള്ളി. പ്രാർത്ഥിച്ച് തുടങ്ങാൻ പറഞ്ഞുകൂടാ, പ്രാർത്ഥിച്ച് നിർത്താനും. ഒരു പ്രസംഗം പറഞ്ഞാൽ ഞാൻ കേട്ടതാണ്, പുസ്തകക്രമം പോലും നേരെ അറിയുക. ഈ ശിഷ്യന്മാരാവുക എന്ന് പറയുന്നതിന് വേറെ ഒരു മാനദണ്ഡമില്ല, സ്നേഹം മാത്രം മതി. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയും. ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, ദ പെർഫെക്റ്റ് ആർട്ട് ഫോം ഈസ് ലവ്. സ്നേഹം ഒരു മാജിക്കാണ്. ദൈവരാജ്യം എങ്ങനെയാണ് വളരുന്നത്? സഭ എങ്ങനെയാണ് വളരുന്നത്? സ്വാധീനം ചെലുത്താനുള്ള ഏറ്റവും വലിയ മാർഗം സ്നേഹിക്കുക. 2 4 ആകും, 4 8 ആകും, 8 16. നിങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ സ്നേഹം ദൈവരാജ്യത്തിന് ആക്കം കൂട്ടുക മാത്രമല്ല, അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വാക്കുകളെ ഇങ്ങനെ അവസാനിപ്പിക്കുക. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണല്ലോ തോമസ് ആൽവ എഡിസൺ. എഡിസൺ തൻ്റെ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വലിയ വിപ്ലവകരമായ പരീക്ഷണങ്ങളാണെങ്കിൽ പോലും, കണ്ടുപിടുത്തങ്ങളാണെങ്കിൽ പോലും അതിന് മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ്. ബൾബൊക്കെ അതിന് മാർക്കറ്റ് വാല്യൂ വളരെ കുറവാണ്. അപ്പം അങ്ങനെ സാമ്പത്തികമായി വളരെ ക്ലേശത്തിലായിരുന്നു എഡിസൺ. ആ സമയത്ത് എഡിസൺ വിചാരിച്ചു, തൻ്റെ നല്ല പ്രായത്തിലാണ്, 68-ാം വയസ്സിലാണ്, ഇനി ഒരു വലിയ വിപണി മൂല്യമുള്ള ഒരു സാധനം കണ്ടെത്താം. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തൊരു മോട്ടോർ കാറാണ്. ആ മോട്ടോർ കാർ ഇദ്ദേഹം പരീക്ഷണം നടത്തി ഏതാണ്ട് 3/4 ഭാഗമായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ലൂതർ ഫോർഡ് ആണോ എന്ന് എക്സാക്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഫോർഡ് എന്തായാലും ആ മനുഷ്യന് സമാനമായ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണ്. അപ്പൊ കൂട്ടുകാര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്, രണ്ടുപേരും ഒരേ പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ ഇവരൊരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു ഇത് പരസ്പരം പറയുന്നുണ്ട്. എഡിസൺ മിണ്ടാതിരിക്കുക. അപ്പോൾ ഫോർഡ് പറയുന്നു, ഞാനിങ്ങനെ ഒരു പരീക്ഷണത്തിലാണ്, അത് ഇങ്ങനെ ഏതാണ്ട് 1/4 ഭാഗത്തോളം എത്തി ഞാൻ. അപ്പോഴത്തേക്ക് എഡിസൺ 3/4% പൂർത്തീകരിച്ച് കഴിഞ്ഞിരുന്നു. അന്ന് എഡിസൺ തൻ്റെ പരീക്ഷണം നിർത്തി. ഫോർഡ് മുന്നോട്ട് പോയി. കൂട്ടുകാരന് വേണ്ടി ആരും പരസ്പരം പറഞ്ഞിട്ടില്ല, രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്നു. ഫോർഡ് മുന്നോട്ട് പോയി. ഫോർഡ് ലോകത്തിലെ എണ്ണം പറഞ്ഞ ഒരു കാർ മാനുഫാക്ചറായി മാറി. നല്ല വിപണി മൂല്യമുണ്ടായി. നല്ല കോടികൾ അവന് സമ്പാദിച്ചു ചുരുങ്ങിയ വർഷം. അപ്പോഴത്തേക്കും എഡിസൺ തൻ്റെ സാധാരണ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാം റാഡിക്കലായിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു, പക്ഷെ വിപണി മൂല്യം കുറവായിരുന്നു. സാമ്പത്തികമായിട്ട് അപ്പോഴും ക്ലേശത്തിലാണ്. തൻ്റെ 69-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ പരീക്ഷണശാല തീ പിടിച്ച് നശിച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ ഫോർഡ് തൻ്റെ താമസ സ്ഥലം എഡിസന്റെ താമസ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് മാറ്റി. അവൻ്റെ അന്ന് വരെയുള്ള കടങ്ങളെല്ലാം ഏറ്റെടുത്തു. അവനെ മുന്നോട്ടുള്ള അവൻ്റെ മരണം വരെയുള്ള പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നിത്യച്ചെലവിനുള്ള പൈസ കൊടുത്ത് അവനെ ചേർത്തു. എന്താണ് കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രണ്ടുപേരും നല്ല ക്രിസ്ത്യാനികളായിരുന്നു. യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി രണ്ടുപേർക്കും അറിയാം. നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റണമെങ്കിൽ നിങ്ങൾ ഈ വാഗ്ദത്തം സ്വീകരിക്കണം. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയട്ടെ. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയട്ടെ. നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ശ്രേഷ്ഠമായ ഈ വിളിക്കായി ഈ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം അതിനു വേണ്ടി നമ്മെ ഒരുക്കട്ടെ.